ഭാര്യയുടെ കിടപ്ര ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകൾക്ക് വിറ്റ കേസിൽ ഭർത്താവ് അറസ്റ്റിലായി. കൊട്ടിയം പോലീസാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ പോക്സോ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു സൈക്കോ പെരുമാറ്റമാണ് ഭർത്താവിൽ നിന്നുണ്ടായത് എന്നായിരുന്നു ഭാര്യയുടെ പരാതിയിൽ പറഞ്ഞിരുന്നത്. എന്തായാലും നിർണായകമായ അറസ്റ്റ്. എന്താണ് പോലീസ് പറയുന്നത്? രാഖി, കൊല്ലം സ്വദേശികളാണ് ഈ ദമ്പതികൾ. വിദേശത്ത് വച്ചായിരുന്നു ഇങ്ങനെ സംഭവം നടക്കുന്നത്. ഈ കിടപ്പറ ദൃശ്യങ്ങൾ ഭർത്താവ് മറ്റ് സൈറ്റുകൾക്ക് വിൽക്കുകയായിരുന്നു. ഈ വിൽപ്പന നടത്തുമ്പോൾ ഭാര്യയെ പങ്കുവെക്കുന്ന ചില സംഘങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ആ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ ആവശ്യം ഉയർന്നു വന്നിരുന്നു. അങ്ങനെ ഈ ദൃശ്യങ്ങളൊക്കെ ഇയാൾ വിൽക്കുകയായിരുന്നു. പിന്നീടാണ് ഭാര്യയ്ക്ക് ഇത് മനസ്സിലാകുന്നത്. സുഹൃത്തുക്കൾ വഴിയാണിത് ഈ വിവരം അറിയുന്നത്. തുടർന്ന് ഇയാളെ കൗൺസിലിങ്ങിന് വിധേയമാക്കാൻ വേണ്ടിയാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന് 2 ദിവസം കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. പക്ഷേ 3-ാം ദിവസം ഈ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ നിർബന്ധിച്ചപ്പോൾ ഭാര്യ ഇയാൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസിൽ പരാതി നൽകുന്നത്. അതേസമയം തന്നെ ഇയാൾക്കെതിരെ പോക്സോ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് കുട്ടികളുടെ മുന്നിൽ വെച്ചും ലൈംഗിക വൈകൃതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ ചൈൽഡ് ലൈൻ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നു. തുടർന്ന് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. എന്തായാലും പ്രതിയെ ഇപ്പോൾ കൊട്ടിയം പോലീസാണ് പിടികൂടിയിട്ടുള്ളത്. നേരത്തെ രാഖി പറഞ്ഞതുപോലെ തന്നെ ഇത് അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആദ്യമൊക്കെ തന്നെ. പിന്നാലെ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ തെളിവുകളെല്ലാം ഉണ്ടായിരുന്നു. ഫോൺ സംഭാഷണം ഉൾപ്പെടെ ഭാര്യ പോലീസിന് കൈമാറിയിരുന്നു. അതിലൊക്കെ തന്നെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചതും അതോടൊപ്പം തന്നെ ഭാര്യയുടെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ വിൽപ്പന നടത്തിയതുമൊക്കെയായുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുറച്ച് ദിവസമായി തന്നെ ഈ കേസ് അന്വേഷിച്ച് വരികയായിരുന്നു. ഒടുവിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും മനോജ്, നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായത്.